മൂങ്കിലാർ നടപ്പാതയാണ് കണ്ടോ പാലം. ആ പാലം കണ്ടോ മുങ്ങിയിട്ടുണ്ട്. ഒരു പാലമാണ്, പാലം മുങ്ങിയിട്ടുണ്ട്. നോക്കാനായിട്ട് ഞങ്ങൾ വന്നതാണ്. കൊല്ലത്തല്ലേ? ആ കാര്യത്തിൽ എന്നാ പ്രളയം വന്നാലും എന്നാ ഡാം തുറന്നു വിട്ടാലും ഇതുണ്ടോ ശക്തമായ നീരൊഴുക്കാണ്. നല്ല ഇതായിട്ടാണ് ഒഴുകി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇത് കാണാനായിട്ട് വന്നതാണ്. നമ്മുടെ ദിഗുണ്ട്. അങ്ങനെ വണ്ടിപ്പെരിയാർ മേഖലയിൽ 2 ദിവസമായിട്ട് അതിശക്തമായ തുലാവർഷം പെയ്യുന്നതുകൊണ്ട് എല്ലായിടത്തും മഴവെള്ളപ്പാച്ചിലും അതുപോലെ തന്നെ ഡാമിൻ്റെ ഷട്ടർ തുറന്നിട്ടേക്കുന്നുണ്ട്. പെരിയാർ തീരത്തുള്ള ഇരുകരയിൽ താമസിക്കുന്നത് വളരെ ജാഗ്രത പാലിക്കണമെന്ന് നമ്മളെ അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗിരിക്കര, ചന്ദ്രവനം, മില്ലിൻ്റെ അവിടുത്തെ പാലങ്ങളെല്ലാം കര കവിഞ്ഞ് വരികയാണ്. അവിടെയുള്ള യാത്രക്കാരും ഒക്കെ നമ്മൾ ജാഗ്രത പാലിക്കണം. അതുപോലെ ആറ്റിക്കൂടെ തേങ്ങായും മറ്റുള്ള തടിയൊക്കെ വരുന്നവർ ആരും ഇറങ്ങാൻ, മീൻ പിടിക്കാനൊക്കെ ഇറങ്ങരുത്. അധികൃതർ കർശന നിർദ്ദേശം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പം ഞാൻ നിൽക്കുന്നത് നമ്മുടെ കാറ്റിപ്പാലം പാലത്തിലാണ്. കഴിഞ്ഞ പ്രളയത്തിൽ 2 പ്രളയത്തിലും വെള്ളം പോയിട്ട് നാട്ടുകാരെല്ലാം പണിതൊരു പാലം കൂടെയാണ്. ഇപ്പം എന്നാ പ്രളയം വന്നാലും വെള്ളം മുട്ടത്തില്ല. ഇപ്പം താഴത്തൊരു കാണിച്ചാൽ എന്തോരം താഴ്ചയിലാണ് വെള്ളം നിൽക്കുന്നുണ്ടോ. ഇനിയും ഇവിടെയൊക്കെ ഒരു 10-25 അടി 30 അടി പൊക്കത്തിൽ ഇനിയും വെള്ളം പൊങ്ങിയാണ് നമ്മുടെ പാലം നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ നാടിൻ്റെ ഒരു മുഖച്ഛായ തന്നെ മാറിയൊരു പാലമായിട്ട് ഈ ചണ്ടിപ്പാലം മാറുമെന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും സംശയമില്ല. അപ്പം ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ ചണ്ടിപ്പാലത്തിൽ നിന്ന്. അപ്പോൾ എല്ലാവരും വളരെയധികം ജാഗ്രത പാലിക്കണം.